സ്വർഗം ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 8-ാമത് വേദഭാഗം വായിച്ചാട്ടെ. ഒരു ആരാം രാജാവിനെ കുറിച്ച് പറയുന്നു. അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണമെന്ന് അവർ തന്റെ ഭൃത്യന്മാരോട് ആലോചന കഴിച്ചു. മതി. സ്തോത്രം. ശ്രദ്ധിക്കട്ടെ, ഇസ്രായേൽ മക്കൾക്ക് എപ്പോഴും യുദ്ധമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. ഭൂസിക്കുന്നവർക്ക് പോരാട്ടമുണ്ട്. ജീവിക്കുന്നവർക്ക് ഒരു പോരാട്ടമുണ്ട്. സ്തോത്രം. ഇവിടെ നോക്കണമേ, ആരാം രാജാവ്. സ്തോത്രം. ആരാമ്യർ അവിടെ പ്രത്യേകത അറിയാമോ? സ്തോത്രം. അവർ നമ്മെ മുഖത്ത് നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ ഹല്ലേലൂയ നമ്മോട് പിണങ്ങും. സ്തോത്രം. ഓന്തിന്റെ നിറം. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഒരുമിച്ച് സഞ്ചരിക്കും. പക്ഷെ അവർ എന്ത് ചെയ്യും? മാറിപ്പോ. ഇതാണ് ആരാം നിവാസികൾ. അവിടെ രാജാവ് ഭൃത്യന്മാരോട് പ്രകാരം പറഞ്ഞു, ഇസ്രായേൽ മക്കൾ അവർ കിടക്കുന്നതിന്റെ സ്ഥലം അവർക്കറിയാം. അതുകൊണ്ട് രാത്രി വന്ന് ഇന്നിന്ന സ്ഥലത്ത് പാളയം. സ്തോത്രം. ഇവിടെ ഇന്നിന്ന സ്ഥലം വ്യക്തമല്ല. പക്ഷെ ഞാനും നിങ്ങളും സ്തോത്രം പാർക്കുന്നതിന്റെ ഇന്ന സ്ഥലങ്ങളിൽ. സ്തോത്രം. ചിലപ്പോൾ 4 ദിക്കുകളിലായിരിക്കാം, അടച്ചുറപ്പില്ലാത്ത ഇടമായിരിക്കാം. അവിടെ പാളയം ഇറങ്ങണമെന്ന് ആരാം രാജാവ് ഭൃത്യന്മാരോട് കൽപ്പന പുറപ്പെടുവിച്ചു. സ്തോത്രം. നിങ്ങൾ പാർക്കുന്ന കൂടാരത്തിൽ, നിങ്ങളുടെ വീടുകളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രാർത്ഥനാ ജീവിതം കഴിച്ച് മുൻപോട്ട് പോകുമ്പോൾ ചില ആരാം രാജാക്കന്മാരുണ്ട്. അവർക്ക് നിങ്ങളോട് ചില അസൂയുണ്ട്, നിങ്ങളോട് ചില പകയുണ്ട്. ഹല്ലേലൂയ. എന്നറിയാമോ? എന്തൊക്കെ വന്നാലും ദൈവം കരുതിക്കൊള്ളുമെന്ന ചിന്ത ഇസ്രായേലിനുള്ളത് കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവരെ ആർക്കും തകർക്കുവാൻ കഴിയയില്ല, അവരെ ശപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനതയാണ്, വേറിട്ട ഒരു ജനതയാണ്. അവർക്ക് പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ആരാധനയുണ്ട്, യാഗമുണ്ട്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയയില്ല എന്ന് അറിഞ്ഞ ആരാം സൈന്യം, ആരാം രാജാവ് അവർ പറഞ്ഞു, അവർ പാർക്കുന്ന ഇടത്ത് അവർ ഉറങ്ങുമ്പോൾ രാത്രിയിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നുടെയും നിങ്ങളുടെയും വീടിനെ തെച്ചു നിൽക്കുന്ന ആരാം രാജാവ് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. എന്നറിയാമോ? നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയുവാൻ, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളെ നശിപ്പിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവികളെ നശിപ്പിക്കുവാൻ, സ്തോത്രം, അവൻ തന്ത്രശാലിയാണ്. അവൻ കൂടാരങ്ങളിൽ പാർക്കുന്ന എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ തക്കവണ്ണം ഒരു ആരാം രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആരാം രാജാവിന്റെ കൽപ്പന കേട്ടപ്പോൾ ഭൃത്യന്മാർ അവർ പറഞ്ഞു, രാജകൽപ്പന അത് ഞങ്ങൾ സ്തോത്രം അത് ചെയ്യുവാൻ ഞങ്ങൾ വില്ലിയാണ്. കാരണം ദൈവമക്കൾക്കില്ലാത്ത, പ്രാർത്ഥിക്കുന്നവരില്ലാത്ത ഐക്യത ശത്രുവിനുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പൊതു ശത്രുവിനെ കിട്ടിയാൽ എല്ലാവരും ഒരുമിച്ച് കൂടി അവനെ തകർക്കുവാൻ ഇടയാത്തിരും. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ കണ്ണിൽ ഇസ്രായേൽ മക്കൾ വിലപിടിപ്പുള്ളവരാണ്, വലിയവരാണ്, വാഗ്ദത്തമുള്ളവരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്തോത്രം. അവരെ തകർക്കുവാൻ തക്കവണ്ണം ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റ് വരികയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ ചിന്തിച്ചു വരികയാണെങ്കിൽ അത് ഒരുപാട് പേർ ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അവരെ ചിലരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനും നിങ്ങൾ കൂടാരത്തിലാണോ പാർക്കുന്നത്? ഹല്ലേലൂയ. കൂടാരത്തിൽ പാർക്കുന്നവരാണ് എങ്കിൽ ചില ക്വാളിറ്റികൾ എനിക്ക് നിങ്ങൾക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. വീട് ദൈവം തന്നതാണ്. ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും സമ്പത്തുകളെ എല്ലാം നൽകിയ ദൈവമാണ്.
സ്തോത്രം. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ ഉത്തമ ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാമത് വാക്യം. ഒരാൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1-ാമത് വാക്യം വായിച്ചാൽ. അനന്തരം യഹോവ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ആര്? അബ്രഹാം. അടുത്ത് തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് യജമാനനെ എന്നോട് കൃപയുണ്ടാകണേ, അടിയനെ കടന്നു പോകരുതേ എന്ന് പറഞ്ഞു. 19:1. ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി ലോത്ത് സോദോം പട്ടണ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് ചെന്നു നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പീൻ കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കവിടെ 2 കൂടാരങ്ങളെ കുറിച്ച് കാണുകയാണ്. സ്തോത്രം. 2 വീടുകൾ. ഒന്ന് അബ്രഹാമിന്റെയും മറ്റൊന്ന് ലോത്തിന്റെയും. സ്തോത്രം. ഒരേ കുടുംബത്തിലെ 2 പേർ. ഹല്ലേലൂയ. അബ്രഹാം ആകട്ടെ ലോത്താകട്ടെ ഒരേ കുടുംബക്കാരാണ്. സ്തോത്രം. ഒരുമിച്ച് യാത്ര ചെയ്യിച്ചു. അതിന് മുൻപോട്ട് പോകുമ്പോൾ സമ്പത്തിന്റെ വർദ്ധന നിമിത്തമായി, ആടുകളുടെ പെരുപ്പം നിമിത്തമായി ഇടയന്മാർക്കൊരു ശണ്ടയുണ്ടായി. അവർ തമ്മിൽ 1-2 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി. സ്തോത്രം. വഴക്കുണ്ടായി. ഹല്ലേലൂയ. ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അബ്രഹാമും ലോത്തും കൂടി തീരുമാനമെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് 2 പേർക്ക് 2 കൂട്ടമാകാം. ഒന്നിച്ചെന്നാലേ വിഷയം. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആകാം. ഹല്ലേലൂയ. അങ്ങനെ ഒന്നിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് 2ആയി. ശ്രദ്ധിക്കണേ. 2ആയപ്പോൾ നീരുവട്ടമുള്ള സ്ഥലങ്ങൾ മുഴുവൻ ആരെടുത്തു? ലോത്തെടുത്തു. പാഴായിരിക്കുന്ന സ്ഥലങ്ങൾ ആർക്ക് കൊടുത്തു? അബ്രഹാം ആരാ? ബഹുജാതികൾക്ക് പിതാവ്. അബ്രഹാം ആരാ? വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്ത തലമുറയിൽ നിന്ന് വന്ന അബ്രഹാം. തേരക്കിന്റെ പാരമ്പര്യമുള്ളവർ. അബ്രഹാമിന് മനസ്സിലാക്കി, അപ്പനുണ്ടാക്കുന്നതോ ഞാൻ വിൽക്കുന്നതുമായ വിഗ്രഹങ്ങൾക്കൊന്നും എനിക്ക് സമാധാനവും ആശ്വാസവും നന്മയും തരുവാൻ ആ വിഗ്രഹങ്ങൾക്ക് കഴിയുകയില്ല എന്ന ബോധ്യമാണ് അബ്രഹാമിനെ ദൈവത്തോട് അടുപ്പിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ചിറ്റപ്പനായിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ലോത്ത് കൂടെ യാത്ര തിരിച്ചു. സ്തോത്രം. ആ യാത്ര വളരെ സന്തോഷകരമായിരുന്നു. പക്ഷേ മുൻപോട്ട് പോകുന്ന സമയങ്ങളിലൊക്കെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സ്തോത്രം. നീരോട്ടമുള്ള സ്ഥലങ്ങൾ മുഴുവൻ ആർക്ക് കിട്ടി? ലോത്തിന് കിട്ടി. എന്നാൽ അബ്രഹാമിന് കിട്ടിയ സ്ഥലങ്ങളോ അത്രയും വലിയ വിലവെടുപ്പുള്ളതൊന്നും അല്ല. ശ്രദ്ധിക്കണേ. ആമേൻ. ഹല്ലേലൂയ. ഇവർ 2 പേരുടെ യാത്ര ഒന്നിച്ചായിരുന്നു. പക്ഷെ ഇവരിപ്പോൾ 2 സ്ഥലത്തും, ഒരാൾ പട്ടണത്തിലും പോയി, മറ്റൊരാൾ മമ്രയുടെ തോപ്പിലും അഭയം പ്രാപിച്ചു. സ്തോത്രം. ഒരേ കുടുംബക്കാരായിരിക്കുന്ന ലോത്തും അബ്രഹാമും അവര് വീട്ടിൽ ദൂതന്മാർ വന്നു. സ്തോത്രം. പട്ടണത്തിലും വന്നു, മമ്രയുടെ തോപ്പിലും വന്നു. സ്തോത്രം. അബ്രഹാം ദൈവദൂതന്മാരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവരെ വരവേറ്റു. വിനയോ നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. സ്തോത്രം. അതിൽ വന്ന അതിഥിയെ സൽക്കരിക്കുവാനും ബഹുമാനിക്കുവാനും അബ്രഹാമിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതേ അവസ്ഥ തന്നെ ലോത്തിനും സംഭവിച്ചു. ലോത്തിരിക്കുന്ന പട്ടണത്തിലാണ്. അവിടെയും ദൂതന്മാർ വന്നപ്പോൾ ഓടിച്ചെന്ന് വരവേറ്റ് നിലം വരെ കുനിഞ്ഞു ബഹുമാനിച്ചു. എന്റെ വീട്ടിൽ വന്ന് രാപ്പാർക്ക, നാളെ നിങ്ങൾക്ക് നിങ്ങളെടുത്ത് പോകാം, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒരു കുടുംബത്തിനകത്തൊരു സംസ്കാരമുണ്ട്.
ഹല്ലേലൂയ. ആമേൻ. പല ഭവനങ്ങളിലും മൂത്തവർ വരുമ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കാറില്ല. സ്തോത്രം. ബഹുമാനിക്കാറില്ല. മൂത്തവരെ ബഹുമാനിക്കാറില്ല, അപ്പനെ ബഹുമാനിക്കാറില്ല, അമ്മയെ ബഹുമാനിക്കാറില്ല. പക്ഷേ ഹല്ലേലൂയ, വാർദ്ധക്യവാനായിരിക്കുന്ന 99 വയസ്സുള്ള അബ്രഹാം ആ ദൂതന്മാരെ കണ്ട് അവരടുക്കൾ ഓടിച്ചെന്ന് വരവേറ്റ് അവരെ നമസ്കരിക്കുവാൻ നിലംബരെ താണ് ബഹുമാനിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന് കഴിഞ്ഞു. ആ കുടുംബത്തിന്റെ പ്രത്യേകത, അബ്രഹാമിന്റെ കുടുംബത്തിനകത്ത് പറയുന്ന ലോകത്തിലും അതേ പ്രത്യേകതകളല്ലേ. ഒരുപക്ഷെ വീടിനകത്തായിരിക്കാം, പട്ടണത്തിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, അവൻ എവിടെയും ബഹുമാനിക്കുവാൻ, വയസ്സ് ചെന്നവരെ ബഹുമാനിക്കുവാൻ ഒരു ശീലം നമ്മളിൽ ഉണ്ടാകട്ടെ. എന്തിനേറെ പറയുന്നു, മെമ്പറുകളുടെ തോപ്പ് അത് ആരാധനയുടെ ഇടമാണ്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണത്. അതുകൊണ്ട് പറഞ്ഞാൽ സഭ എന്ന് വേണമെങ്കിൽ പറയാം. സ്തോത്രം. ആ സഭയിൽ അവൻ അബ്രഹാമിന്റെ പാർക്കുന്ന വീട് അതൊരു സഭയായിരുന്നു. വീടോട് ചേർന്നുള്ള ഒരു സഭ നമ്മുടെ പോലെ. ആമേൻ. ഹല്ലേലൂയ. ആ സഭയിൽ ദൂതന്മാർ വന്നപ്പോൾ ഞാൻ വലിയൊരു പാസ്റ്ററാണെന്ന് പറഞ്ഞ് അബ്രഹാം ഇരുന്നില്ല. ഓടിച്ചെന്ന് അവരെ വരവേറ്റ് നിലം വരെ കുനിഞ്ഞ് അവരെ ബഹുമാനിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയിൽ വരുന്നവർ ദൈവത്തെ ബഹുമാനിക്കണം, പുരോഹിതനെ ബഹുമാനിക്കണം, പുരോഹിതൻ തിരിച്ചും അവരെ ബഹുമാനിക്കണം. പഴയ നിയമത്തിലാണ് പുരോഹിതന്മാരുള്ളത്. സ്തോത്രം. അതൊരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. ലേവി ഗോത്രക്കാർക്ക് വേണ്ടി മാത്രം കൈമാറപ്പെട്ട ഒരു ശുശ്രൂഷ. പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയല്ല, പുരോഹിത ശുശ്രൂഷയല്ല. ഹല്ലേലൂയ. ദൈവം വെച്ചുകെട്ടതിന്റെ കാര്യം നമ്മളെല്ലാവരും ശുശ്രൂഷക്കാരന്മാരും ശുശ്രൂഷക്കാരത്തികളുമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കണം. ഇതാണ് യഥാർത്ഥ പെന്തക്കോസ്തുകാരുടെ, ഹല്ലേലൂയക്കാരുടെ, അല്ലെ സ്തോത്രം പറയുന്നവരുടെ, ദൈവത്തെ ആരാധിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പ്രതീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു ആമേനൊക്കെ പറയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു ശീലം നമുക്കുണ്ടാകണം, ഒരു അടുക്കട്ടെ നമുക്കുണ്ടാകണം. എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ ശമിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, വാർദ്ധക്യവാനായിരിക്കുന്ന അബ്രഹാം ദൂതന്മാരെ കണ്ട് താണ് നിലംബരെ താണ് ബഹുമാനിച്ചു. ആമേൻ. ഇന്ന് രാത്രി മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നുവാൻ തക്കവണ്ണം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ശീലിക്കുകയാണെങ്കിൽ അവരുടെ അഭിഷേകം, അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മകൻ മരിച്ചുപോയി എന്നൊരു വാർത്ത കേട്ട് സ്തംഭിച്ചു പോയൊരപ്പൻ. ചില നാളുകൾക്ക് ശേഷമായി അതേ മക്കൾ വന്ന് പറയുന്നു, നിന്റെ മകൻ യോസഫ് ജീവിച്ചിരിക്കുന്നു. അപ്പോഴും അപ്പനോട് സ്തംഭിച്ചുപോയി. ആ അപ്പൻ യാഥാർത്ഥ്യമെന്ന് അറിയാതെ ഭാരപ്പെട്ടു. ആ അപ്പൻ എഴുന്നേറ്റ് ചെന്ന് ആമേൻ ഹല്ലേലൂയ യോസഫിനെയും യോസഫിന്റെ തലമുറകളെയും ആ രാജ്യത്തിലെ രാജാവിനെയും ഹല്ലേലൂയ ചിലരെയൊക്കെയും അഭിഷേകം ചെയ്യുവാൻ സ്വർഗമിടയാക്കി. ഹല്ലേലൂയ. വാർദ്ധക്യവാനാണ് വടിയും പിടിച്ച് കട്ടലിൽ കിടന്നത്. പക്ഷെ ശുശ്രൂഷ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരെ ബഹുമാനിക്കണം, മറ്റുള്ളവർക്ക് ചിലത് കൈമാറണം എന്ന കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് തിടുക്കമായി, ഉത്സാഹമായി, അദ്ദേഹം ഊർജ്ജസ്വലനായി ചെന്ന് അവരെ അനുഗ്രഹിച്ചു. സ്തോത്രം. അവിടെ പറയുന്നത് ചൈതന്യം വന്നു എന്നാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ പൈതൽ മുതൽ വാർദ്ധക്യവാന്മാരിക്കുന്നവരെ ചൈതന്യം ഉണ്ടാകണം. ആര് ചൈതന്യം? ദൈവത്തിന്റെ ചൈതന്യം. സ്തോത്രം. ലോത്ത് എവിടെ ഇരിക്കുന്നത്? ലോത്ത് എവിടെ ഇരിക്കുന്നത്? പട്ടണവാതിക്കൽ. അബ്രഹാം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ തോക്ക്. അബ്രഹാമിനെ തിരക്കി നമ്മുടെ കൂടെ. സ്തോത്രം.
അബ്രഹാമിനെ തിരക്കി ആരെങ്കിലും വന്നാൽ, സ്തോത്രം, ഇപ്പോൾ എന്നെ തിരക്കി ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്റെ പേര് ദിലീപ് എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് പേരൊന്നും പിടിക്കാറില്ല. സ്തോത്രം, അതിനെ ദിലീപ് എന്ന് പറയും, ദിലീപ് എന്ന് പറയുക പല പല പേരിൽ പറഞ്ഞിട്ട് അവസാനം എന്റെ അപ്പന്റെ പേര് അന്വേഷിക്കും. അപ്പന്റെ പേര് പറഞ്ഞു, അതിന് പിടിയിട്ടില്ലെങ്കിൽ അപ്പന്റെ പേര് പറയും. സ്തോത്രം, പിന്നെ ചില സിഗ്നൽ പറയും. ഇപ്പോൾ പറയുന്ന ഒരു സിഗ്നൽ വെച്ച് വേറൊന്നുമല്ല, വീടോട് ചേർന്നൊരു ആലയമുള്ള ഒരാളാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അല്ലെങ്കിൽ പറയും ഞായറാഴ്ച വൈകി നടക്കുന്ന ലൈവ് പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ വീട്ടില് പാസ്റ്ററായിരിക്കുന്ന വ്യക്തിയാണ് കാണാൻ വരുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പണ്ടായിരുന്നെങ്കിലും ഹല്ലേലൂയ, അഡ്രസ് ഇല്ലാതെ കിടന്ന എനിക്ക് നിങ്ങൾക്കും ദൈവം ഒരു അഡ്രസ് തരും. പ്രൈസ് ദി ലോർഡ്. രാത്രി ശ്രദ്ധിക്കണമേ, നിങ്ങളെ തേടി അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന പോസ്റ്റുകന്മാർ, ബന്ധുക്കൾ, അവരെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ അവർ അതുവഴി ഇതുവഴി പോകും. പക്ഷെ ഒരു അടയാളമായി പറയുന്നത് നമ്മുടെ തോപ്പിൽ ഒരു കൂടാരമുണ്ട്. അത് അബ്രഹാമിന്റെ കൂടാരമാണ്. ഇന്ന് രാത്രി നിനക്കൊരു കൂടാരം തകർന്നിട്ടുണ്ട്. ആ കൂടാരത്തിൽ ആരാധനയുണ്ട് എങ്കിൽ, ആ കൂടാരത്തിനകത്ത് പാട്ടും, ആ കൂടാരത്തിനകത്ത് പ്രാർത്ഥനയും, ആ കൂടാരത്തിനകത്ത് ഉപവാസവും ഉണ്ട് എങ്കിൽ സ്വർഗം അറിയുക മാത്രമല്ല, അവ ദൈവം ഒരുവരെ തിരക്കിയാൽ മറ്റുള്ളവർ നിന്റെ തിരക്കുവാൻ ഇടയാക്കിയും. ഇന്ന് രാത്രി നിന്റെ വീട് അന്വേഷിച്ചു വരുവാൻ ദൂതന്മാർ തയ്യാറാ. പക്ഷേ നിന്റെ അഡ്രസ്സിന്റെ മേലെടുത്ത് നിന്റെ വീടിന്റെ അഡ്രസ്സുകൾ മേലിലാക്കം തെറ്റിക്കിടക്കുക. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന് വരുവാൻ തക്കവണ്ണമുള്ള ഒരു അഡ്രസ്, ഒരു വഴി ഞാൻ നിങ്ങൾ ഒരുക്കണം. സ്തോത്രം. ദൈവം പറയാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിന്റെ വീട്ടിന്റെ അഡ്രസ് മാറിയാൽ ദൈവം നിന്റെ വീട്ടടുക്കലേക്ക് പരിപാടിയാക്കി. സ്തോത്രം. അഡ്രസ് കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഇത് പലരുടെയും വീട്ടിൽ ദൈവം വരാത്തത്. ദൈവത്തിന്റെ കുറ്റമാണോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആമസോണിലും മറ്റു പല കാര്യത്തിലും സ്തോത്രം അല്ലെ പലതും ബുക്ക് ചെയ്തു. ആമേൻ. കൊറിയറൊക്കെ അയച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ കൈവശം ഇതുവരെയും കിട്ടിയില്ല. കാരണം നമ്മുടെ തെറ്റാണ്, ദൈവത്തിന്റെ തെറ്റല്ല, അല്ലെ ആ കമ്പനിക്കാരുടെ തെറ്റല്ല. അഡ്രസ് നേരെയാണ് നമ്മൾ കൊടുത്തില്ല. ഒരുപക്ഷെ പിൻകോഡ് ശരിയല്ലായിരിക്കാം, നമ്മൾ കൊടുത്ത നമ്പർ ചില വ്യത്യാസം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അല്ല ചില നന്മകളൊന്നും നമ്മൾ കൈവശം എത്തിയില്ല. പക്ഷെ ദൈവം അയച്ചാലോ, ദൈവം അയച്ചാലോ കാക്കയ്ക്കൊരിക്കലും വഴി തെറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവം അയക്കുന്ന നന്മകളുമായി കൊത്തിക്കൊണ്ടുവരുന്ന നിനക്ക് ആഹാരം തരുവാൻ, ഹല്ലേലൂയ, ഈ കിരീടത്തിന്റെ അരികിലിരുന്നാലും, സ്തോത്രം, ഹല്ലേലൂയ, എവിടെ ഇരുന്നാലും ദേശത്തെ ക്ഷാമമാണ് എങ്കിലും, ഹല്ലേലൂയ, ദേശത്തെ ക്ഷാമം കൊടുപടി കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവിനെ കരുതിയ ദൈവമുണ്ട്. അത് കാക്കയുടെയ ഇന്ന് രാത്രി, ഹല്ലേലൂയ, മറ്റു കുടുംബങ്ങളും മറ്റ് പഠനം മുഴുവനും ക്ഷാമത്തിരിക്കുമ്പോൾ ഏലിയാവുന്ന ഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം കാക്കയുടെ ഒരു കൊറിയർ സർവീസ് അയച്ചുവെങ്കിൽ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആ കാക്കയ്ക്ക് വഴിതെറ്റുകയില്ല, മനുഷ്യന് വഴിതെറ്റ്. ഇന്ന് രാത്രി, ഹല്ലേലൂയ, നിന്റെ മേൽവിലാസം കറക്റ്റ് ആണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഉപവസിക്കുന്നവരാണെങ്കിൽ, നിന്റെ ഇടം, ഹല്ലേലൂയ, ദൈവങ്ങളെയാണോ കണ്ണുള്ള ദൈവം കാണുകയോ? ഒരു മനുഷ്യനെ കണ്ടില്ലെങ്കിലും, ബന്ധുക്കൾ ചാർച്ചക്കാരനെ കണ്ടില്ലെങ്കിലും, ഒരു അധികാരികളിനെ കണ്ടില്ലെങ്കിലും ദൈവം കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. രോഗാവസ്ഥയാണോ, ക്ഷീണാവസ്ഥയാണോ, പ്രതിസന്ധിയിലാണോ, എന്റെ ദൈവം അത് ഉത്തരമായി മറുപടിയായി ഇറങ്ങി വരും. അബ്രഹാം എവിടെ പാർക്കുന്നുവോ അവൻ കൂടാരം മാറി മാറി അടിച്ചാലും, വീടുകൾ മാറി മാറി താമസിച്ചാലും, സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീട്ടിലാണ് മാറി 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 കുറ്റികൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥിരമായിട്ടൊരു വീടില്ല. പക്ഷേ എവിടെ പോയാലും ആരാധന അവൻ വിടുകയില്ല. ഇന്ന് രാത്രി ജോലി സ്ഥലത്തായിരിക്കാം, ഈ ചന്തസ്ഥലത്തായിരിക്കാം, വീട്ടിനകത്തായിരിക്കാം, അവൻ എവിടെയും മെമ്പറുടെ തോപ്പിലാകട്ടെ, പട്ടണത്തിലാകട്ടെ, എവിടെ പോയാലും അബ്രഹാമിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരൊറ്റ ചിന്തകളുള്ളൂ. അവൻ എന്റെ ജീവിതത്തിൽ ഒരു സന്താനത്തെ കിട്ടിയില്ല എങ്കിലും, നന്മകൾ ഞാൻ പ്രാപിച്ചില്ല എങ്കിലും, ജീവനുള്ള ദൈവത്തെ ഞാൻ
ഞാൻ അറിഞ്ഞതുകൊണ്ട് ആ ദൈവത്തെ ഹല്ലേലൂയ ഞാൻ നിത്യവും ആരാധിക്കുന്ന ഒരുവനായി മാറുമെന്ന് അവൻ തീരുമാനമെടുത്തത് കൊണ്ട് അവന്റെ തീരുമാനത്തെ തെറ്റിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയില്ല എന്ന്. സ്തോത്രം. ഇന്ന് രാത്രിയിലെ തീരുമാനങ്ങളെ തെറ്റിക്കുവാൻ ചില സാഹചര്യം എഴുന്നേറ്റ് വരും. അബ്രഹാമിന്റെയും സാറയുടെയും വലിയ സാഹചര്യം വലിയ പ്രശ്നമെന്ന് നമുക്ക് മക്കളില്ല. ഹല്ലേലൂയ. 99 വയസ്സായിട്ടും വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് ക്ഷീണിച്ച് തളർന്നു പോകേണ്ട സ്ഥാനത്ത് അവർ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സമയമായിട്ടില്ല. ഓരോ ദിവസവും പ്രതീക്ഷയോടുകൂടെ അവർ കാത്തിരിക്കുമായിരുന്നു. ഇന്ന് രാത്രി ആരാധിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആമേൻ. വിടുവിക്കുന്ന ഒരു ദൈവം, എന്റെ പ്രശ്നങ്ങൾക്ക് ഹല്ലേലൂയ പരിഹാരം തരുന്ന ദൈവം, എന്റെ പ്രശ്നം ഇടപെടുന്ന ഒരു ദൈവമുണ്ട് എന്നതാണ് ഓരോരുത്തരെയും പ്രതീക്ഷയും വിശ്വാസവും. അത് തെറ്റിക്ക ദൈവമല്ല നമ്മുടെ ദൈവം. ആമേൻ. കൂടാരത്തിനകത്ത് ഇരിക്കുന്ന അബ്രഹാം, ലോത്തോ എവിടെയാ? പട്ടണത്തിൽ. സ്തോത്രം. അവന് കൂടാരത്തിൽ ഇരിക്കാൻ കഴിയില്ല, പറ്റുന്നില്ല. പട്ടണത്തിലാകുമ്പോൾ പുതിയ കൂട്ടുകാർ, സ്തോത്രം, സമ്പന്നന്മാരോടുകൂടെ ദൈവമില്ലാത്തവരോടുകൂടെ അതും ഇതും പറഞ്ഞ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അബ്രഹാമോ കൂടാരത്തിനകത്ത്, സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കിട്ടുന്ന സമയങ്ങൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഹല്ലേലൂയ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്ത് ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തു നിൽക്കുന്ന അബ്രഹാം, ലോത്തോ സഹപാഠികളുമൊത്ത് സുഹൃത്തുക്കളുമൊത്ത് ഒരുമിച്ച് ആനന്ദിച്ചും തിന്നും കുടിച്ചും ആനന്ദിച്ചും ജീവിക്കുന്ന ഒരു ലോത്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ജോലിക്ക് പോവുകയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഹല്ലേലൂയ ജോലിക്ക് പോകുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ ജോലി കഴിഞ്ഞ് വന്ന് പട്ടണത്തിൽ വന്ന് ലോത്ത് അവിടെ നിന്ന് സുഹൃത്തുക്കളുമായി ഒരുമിച്ച് വട്ടം കൂടി അവരുമായി സംസാരിച്ച് സമയം കളയുമ്പോൾ അബ്രഹാം ഹല്ലേലൂയ ജോലിക്ക് രാവിലെ പോകുന്ന മുന്നമേ ഹല്ലേലൂയ ആ യാഗപീഠത്തിലേക്ക് നോക്കി ഒരു പ്രാർത്ഥന, കർത്താവേ ഒരു ജോലി നൽകിയതിനായി സ്തോത്രം. ഞാൻ ഈ പ്രഭാതത്തിൽ എന്റെ ഭാര്യയും മക്കളെയും അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ കടന്നു പോകുന്നു. എന്റെ യാത്ര സഫലമാക്കണം. നല്ല ജോലി കിട്ടണം. ജോലി നന്നായി ചെയ്ത് നല്ല ശമ്പളം കിട്ടണം. മക്കളുടെ ആഗ്രഹപ്രകാരമായി, ഭാര്യയുടെ ആഗ്രഹത്തിനൊത്ത്, കുടുംബത്തിന്റെ ആഗ്രഹത്തിനൊത്ത്, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചിലതൊക്കെ നേടിയെടുത്ത് വരുവാൻ നീ എന്നെ സഹായിക്കുമാറാകണമേ. ഒരു അപകടം വരുത്തരുതേ. ചില അപകട കെണിക്കകത്ത്, ചില കുഴിക്കകത്ത് വീഴുവാൻ നീ എന്നെ അനുവദിക്കുന്ന പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്ന അബ്രഹാം ജോലി കഴിഞ്ഞാൽ പട്ടണത്തിൽ വന്നാൽ കറങ്ങി നിൽക്കത്തില്ല, നേരെ വീട്ടിലേക്ക് പോകും. ഇന്ന് രാത്രിയിൽ പട്ടണത്തിൽ നിൽക്കുകയാണ് എങ്കിൽ ചില അഴിമതികൾ അവരെ സോദോം നിവാസികൾ നിന്നോടുകൂടെ ചേരും. അവരാരാ? ജാതിയന്മാരാണ്, ദൈവത്തെ അറിയാത്തവന്മാരാണ്, അവലക്ഷണമുള്ളവരാണ്. ഹല്ലേലൂയ. അവരോടുകൂടെ ചെലവഴിക്കുന്ന സമയം അത്രയും നിന്റെ ആത്മീയ ജീവിതത്തിന് ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ അബ്രഹാമേ, ജോലി കഴിഞ്ഞാൽ നേരെ എവിടെ വരണം? അവിടെ ഇവിടെ കറങ്ങി നിൽക്കാതെ, കൂട്ടുകാരുമൊത്ത് കറങ്ങി വന്ന വാദം മേടിച്ച് നിൽക്കാതെ വീട്ടിൽ എവിടെ വരണം? ഹല്ലേലൂയ. നിന്നെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, നിന്നെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. അവിടെ വന്നിട്ട് കർത്താവേ, പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി, നീ എനിക്ക് തന്ന നല്ല ജോലിക്കായി സ്തോത്രം, ആ നന്മയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ആ കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ആമേൻ. ഇന്ന് രാത്രി എവിടെയാ പതിവ് തെറ്റിയത്? ദൈവമാണോ കുറ്റക്കാരൻ? ദൈവമാണോ കുറ്റക്കാരൻ? ഇന്ന് രാത്രി എവിടെയൊക്കെയോ ചില പാളിച്ചകൾ സംഭവിച്ചതുകൊണ്ട് നിന്റെ കൂടാരത്തിൽ ആരാം രാജാവ് പറയാ, ആമേൻ, ഇന്നിന്ന പ്രദേശത്ത് ആമേൻ നീ പാളയമടിക്കണം. ആമേൻ. ഹല്ലേലൂയ. കൂടാരത്തിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കേണ്ടവർ രാത്രിയിൽ കളിയും ചിരിയും ആയിട്ട് ഹല്ലേലൂയ ചില പ്രശ്നങ്ങൾ ഇടപെട്ട് അവർ ഇരിക്കുന്നു, അവർ നേരത്തെ ഉറങ്ങുന്നു, ദൈവത്തെ ആരാധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയ ആരാം രാജാവ് പറഞ്ഞു, ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, നീ എവിടെ ചെല്ലണം?
അവരുടെ ഇടയിൽ അവർ പോലും അറിയാതെ പാളയമടിക്കണം. ഇന്ന് രാത്രി വീട്ടിനടുത്ത് ചില ശത്രുക്കൾ പാളയമടിച്ചിരിക്കുക. അവന്റെ കൈയിൽ പൊങ്ങരുത്. ചില മന്ത്രവാദികളുടെ കൈകൾ പൊങ്ങരുത്. ചില ആഭിചാരന്മാരുടെ കൈകൾ പൊങ്ങരുത്. ചില നാശം കാണുവാൻ തക്കവണ്ണം പാളയമടിച്ചിരിക്കുന്ന ചില കൈകൾ പൊങ്ങാതിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥന, ആരാം രാജാവിന്റെ സൈന്യം നിന്റെ പാളയമടങ്ങരുത്. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ ഈ ഉറങ്ങുമ്പോൾ തന്നെ ആരാം സൈന്യം ഹല്ലേലൂയ ഭൃത്യന്മാരുമായിട്ട് വന്ന് നിന്റെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം അവർ കാത്തിരിക്കുക. ആമേൻ. പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണം, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഉറങ്ങുമ്പോഴും ഒരു ജാഗ്രത ഉണ്ടാകണം. സ്തോത്രം. ഇവിടെ നോക്കണമേ, ആരാം രാജാവ് ഇങ്ങനെ പറഞ്ഞു, ആ അവിടെ ഇന്ന സ്ഥലത്ത് നീന്തണം, പാളയമറങ്ങണം. സ്തോത്രം. അടുത്ത് അങ്ങനെ എന്നിങ്ങനെ അവർ തന്റെ കൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് അവിടത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയും. ആരാമ്യർ അവിടത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. മതി. ശ്രദ്ധിക്കണേ, കുടുംബത്തിനകത്ത് ഒരു വ്യക്തി മതി, ദേശത്ത് ഒരു വ്യക്തി മതി, അത് പ്രാർത്ഥിക്കുന്നവർ ഒരുവർ. ആമേൻ. നമ്മുടെ കുടുംബത്തിനകത്ത് ദേശത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട് എങ്കിൽ ആമേൻ, ശത്രു ഹല്ലേലൂയ അവന്റെ തന്ത്രങ്ങൾ, അവൻ ഇന്ന ദേശത്തു കൂടെ വന്ന് ഇന്ന സ്ഥലത്തുകൂടെ വന്ന് പാളയം അടിക്കുമെന്ന് ദൈവം ആ വൃത്തിയോട് അറിയിക്കുവാൻ ഇടയാക്കിയിരുന്നു. പ്രാർത്ഥിക്കുന്നവര്, ഉപവസിക്കുന്നവര്, ആരാധിക്കുന്നവര് ഒന്നും മറച്ചു വെക്കത്തില്ല. എലീശ എന്നൊരു ദൈവപുരുഷന്, എലീശ എന്നൊരു ദൈവപുരുഷന് സ്വർഗത്തിലുള്ള ചില രഹസ്യങ്ങളെ കൈമാറുവാൻ യാതൊന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരാണോ, ആരാധിക്കുന്നവരാണോ, ശത്രു പാളയത്തിനകത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ, രഹസ്യമായി ചില തന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആരും അറിയാതെ ചില രഹസ്യ ഇടപാടുകൾ നടത്തുമ്പോൾ നീ വീട്ടിലിരിക്കുമ്പോൾ നിനക്ക് അറിയുവാൻ കഴിയുമെന്ന് ആരാധിച്ച് നിന്റെ ജീവിതത്തിൽ സ്വർഗം ഒരു വിട്ട് നൽകുക. അത് ശത്രു നിനക്കെതിരെ അടിക്കുമ്പോൾ, ശത്രു നിനക്കെതിരെ ആവിചാരം ചെയ്യുമ്പോൾ, ശത്രു നിനക്കെതിരെ നിന്നെ തോൽപ്പിക്കുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇന്ന് രാത്രി ഒരു പുതിയൊരു വെളിപ്പാട് ദിവസത്തെ ദൈവം നിനക്കൊരു വെളിപ്പാട് ചെയ്യാം. ആർക്കാ വെളിപ്പാട്? ദൈവപുരുഷൻ. ദൈവത്തോടുകൂടെ വസിക്കുന്നവനാണ് വെളിപ്പാട് കൈമാറുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവപുരുഷനായ എലീശ പറഞ്ഞു, സ്തോത്രം, ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ശത്രു ഇന്ന സ്ഥലത്തു കൂടെ കടന്നു വരും, നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവപുരുഷന്റെ പ്രവാചകന്റെ വാക്കിന് വേണമെങ്കിൽ ചെവി കൊടുക്കാതിരിക്കാം. ജീവൻ പോകുന്ന വിഷയമായതുകൊണ്ട് അവർ ചെവി കൊടുത്തു. ആ ഭാഗത്ത് പെട്ടെന്ന് ഹല്ലേലൂയ ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. ഇന്ന് രാത്രി ചില സിഗ്നലുകൾ കിട്ടിയിരിക്കും. നിനക്ക് അതിനെ പരാജയപ്പെടുത്തുവാൻ, നിന്റെ ലോകത്തെ അടിമയാക്കുവാൻ, നിന്റെ തലമുറ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു ഒരുങ്ങിയപ്പോൾ ചില സിഗ്നലുകൾ സ്വർഗത്തിൽ ദൈവം നൽകിയപ്പോൾ നീ അവഗണിക്കാത്തത് കൊണ്ട്, ഹല്ലേലൂയ, ആ സിഗ്നലിനെ നീ ഗൗനിക്കാത്തത് കൊണ്ട്, അതിന് ഹല്ലേലൂയ വില കൽപ്പിക്കാത്തത് കൊണ്ടല്ലേ നിന്റെ ജീവിതത്തിന്റെ നാശങ്ങൾ സംഭവിച്ചത്. ഇന്ന് രാത്രി ഇന്ന പ്രദേശത്ത് കൂടെ അരാം സൈന്യം വരുന്നു എന്ന് അറിവ് കിട്ടിയ ഉടൻ തന്നെ ഇസ്രായേൽ രാജാവ് ഒരു കൂട്ടര് സൈന്യാധിപന്മാരെ പട്ടാളത്തെ അങ്ങോട്ട് അയച്ചു. ഒരു ചെറുത്ത് നിൽപ്പിന്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വരുന്ന പ്രശ്നങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുവാൻ തക്കവണ്ണം വീരന്മാരും ശൂരന്മാരും ശക്തിമാന്മാരും എഴുന്നേറ്റ് വരട്ടെ. ആത്മാവിൽ ശക്തിയുള്ളവൻ, പ്രാർത്ഥനയിൽ ശക്തിയുള്ളവൻ, ആരാധനയിൽ ശക്തിയുള്ളവൻ, നീ ഉറങ്ങരുത്. നീ ഉറങ്ങിയാൽ ശത്രു കയറി വരും. ഇന്ന് രാത്രി ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണർന്നു പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി ഉണർന്നേ പറ്റൂ. ഈ രാത്രി ഉണർന്നേ പറ്റൂ.
ഇല്ലെങ്കിൽ നിന്റെ വിലപ്പെട്ട പല സ്ഥലങ്ങളും അവൻ അടിച്ചു കൊണ്ടുപോകും. നിന്റെ വിലപ്പെട്ട ഹാലലുയ പലതും അവൻ കൊണ്ടുപോകും. പല വെള്ളിയും പൊന്നും അവൻ കൊണ്ടുപോകും. പല അധികാര കസരകളും അവൻ കൊണ്ടുപോകും. സ്തോത്രം. ഹാലലുയ. ഇന്ന് രാത്രി പറ, എന്റെ ജീവിതത്തിൽ നാശം വിതയ്ക്കുവാൻ വരുന്ന, നഷ്ടം വിതയ്ക്കുവാൻ വരുന്നതിന് ഞാൻ കൈകാര്യം ചെയ്യുവാൻ പോകുകയാണ്. ഇന്നിന്റെ പ്രദേശത്തുകൂടെ അവർ കടന്നു വരുമ്പോൾ ആ സ്ഥലത്ത് അറിവ് കിട്ടിയാൽ ഞാൻ അവിടെ ഇടിവ് നിൽക്കുവാൻ ഞാൻ തയ്യാറാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അരുണില്ലാത്ത സമയത്ത് അരുണിന്റെ വീട്ടിലേക്ക് ഒരു ശത്രു വന്നാൽ അഞ്ചു പറയണം, എന്റെ ചേട്ടനില്ലാത്ത സ്ഥലത്തെ വിടവ് നികത്തുവാൻ ഞാനില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇരട്ടി പങ്ക് ശക്തി പ്രാപിക്കണം. ഈ എലീശ ആരാ? ദൈവപുരുഷൻ ചുമ്മാ ആയ ആളല്ല. ആത്മാവിന്റെ ഇരട്ടി പങ്ക് ശക്തി പ്രാപിച്ചവനാണ് എലീശ. ഹല്ലേലൂയ. എലീശയുടെ ഗുരുവാര ഏലിയാവ്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ഏലിയാവ്. ഹല്ലേലൂയ. മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തി. സ്തോത്രം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളെയും വലിയൊരു ഘോഷയാത്ര തന്നെ ഏലിയാവുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഏലിയാവിന്റെ ശിഷ്യൻ സാധാരണക്കാരനല്ല, ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിച്ചവൻ. ആമേൻ. ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിക്കുന്നതിന് വില കൊടുത്തവനാണ് എലീശ. ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ വില കൊടുക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഇരട്ടിപ്പങ്ക് അഭിഷേകത്തോടെ നിനക്ക് പുറത്തെടുക്കുവാൻ തരും. ഇന്ന് രാത്രി ഏലിയാവിനേക്കാൾ വരി, യേശുവിനേക്കാൾ വരിയായി ചില വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുമ്പോൾ അത് വില കൊടുത്തേ പറ്റൂ. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ, അഡ്രസ്സിനെ വിലയില്ലാതാക്കുന്ന സ്തോത്രം ശത്രു എഴുന്നേറ്റപ്പോൾ എലീശ ദൈവപുരുഷൻ ഇരട്ടിപ്പങ്ക് അഭിഷേകമുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ. ഹല്ലേലൂയ. അവന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്റെ കുടുംബത്തിനകത്ത് ഒരു എലീശ ഉണ്ടെങ്കിൽ, സ്തോത്രം. സഭര് പറ ഞാനൊരു എലീശയാണ്. സ്തോത്രം. ആച്ചു പറ ഞാനൊരു എലീശയാണ്. ഹല്ലേലൂയ. എന്തോ ദൈവപുരുഷനായി മാറുക. ആമേൻ. ഇന്ന് രാത്രി ദൈവപുരുഷനായാൽ ദൈവം ചിലത് വെളിപ്പെടുത്തി തരും. ആമേൻ. ഈ അറിവ് കിട്ടിയ ആരാം രാജാവ് പറഞ്ഞു, ഞാൻ നമ്മുടെ പക്ഷത്ത്, ആരാം സൈന്യത്തിന്റെ പക്ഷത്ത് ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ, ഇസ്രായേലിന് വേണ്ടി ന്യൂസ് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. സ്തോത്രം. കാരണം ആരാം രാജാവ് പൊറുതിമുട്ടി. ഹല്ലേലൂയ. എന്തൊക്കെ അവൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലും ആ തന്ത്രം ഇസ്രായേൽ രാജാവ് അറിയുന്നു. എങ്ങനെ ദൈവപുരുഷനായ എലീശ വഴി. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവരെന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടും ആ തന്ത്രങ്ങളൊന്നും വിജയിക്കുന്നില്ല, പരാജയപ്പെടുന്നു. അവന്റെ ആയുധങ്ങൾ പരാജയപ്പെടുന്നു. ഇത് മനസ്സിലാക്കിയ ആരാം രാജാവ് പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഒറ്റുകാരുണ്ട്, അവരെ നമുക്ക് കൈകാര്യം ചെയ്യണം. ഉടൻ തന്നെ അവന്റെ ഭൃത്യന്മാർ പറഞ്ഞു, ഒറ്റുകാരൊന്നുമില്ല, നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രവാചകനായിരിക്കുന്ന എലീശ. അവൻ എലീശ അറിയുന്നു. ഇവിടെ ശയനഗൃഹത്തിനകത്ത് സംസാരിക്കുന്ന കാര്യം ദൈവപുരുഷനായിരിക്കുന്ന എലീശ അറിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശത്രുവിന്റെ കൂടാരത്തിനകത്ത് സംസാരിക്കുന്ന ഇടപാടുകൾ എലീശ അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഇടയുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷനുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ വരുന്ന സകല പ്രശ്നങ്ങളും ആ ഇടയൻ അറിയാതെ പോകത്തില്ല. അനുഗ്രഹവും ശാപവും ആ ഇടയന്റെ കയ്യിൽ ഇരിക്കുന്നു. ദൈവപുരുഷന്റെ കയ്യിൽ ഇരിക്കുന്നു. ദൈവപുരുഷൻ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ ചില നന്മകൾ നിങ്ങൾ തേടി വരും. അതല്ല, ദൈവപുരുഷന്റെ വഴികളെ, പറയുന്ന വഴികളെ വിട്ടുമാറുകയാണ് എങ്കിൽ
ചില ശാപങ്ങളും ചില മരണങ്ങളും നിങ്ങളെ തേടിയിരിക്കുന്നു. ഇന്ന് രാത്രി പറഞ്ഞ കർത്താവേ, എന്റെ ജീവിതത്തിൽ മറുതലിപ്പുകളുണ്ട്, എന്റെ ജീവിതത്തിൽ ചില അനുസരണക്കാരുണ്ട്. ഞാൻ എന്നെത്ര താഴ്ത്തുകയാ ഏൽപ്പിച്ചുകൊണ്ട് ഈ ദിവസം ഒരു മാറ്റത്തിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. ഒന്ന് നിന്റെ ഇരിപ്പിനെ ക്രമപ്പെടുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവൻ ദൈവത്തിലെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. ദൈവപുരുഷനായിരിക്കുന്ന എലീശയോട് മറന്നിരിക്കുന്ന കാര്യങ്ങളെ, ശത്രുവിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആരാം രാജാവിന്റെ ഹൃദയം കലങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇത് ശ്രദ്ധിക്കണേ. ശത്രുവായി അവൻ കണ്ടത് ഇസ്രായേൽ മക്കളുടെയാണ്. അങ്ങനെ കണ്ടിട്ട് എന്നെയും നിങ്ങളെയും തകർക്കാമെന്ന് വ്യാമോഹിച്ചു വന്നവൻ അവന്റെ തന്ത്രങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി എന്ന് കണ്ടപ്പോൾ അവൻ ഹൃദയം കലങ്ങി. ഹൃദയം സന്തോഷിക്കുന്ന ചിന്തയോട് വന്നവൻ, പക്ഷേ അവന്റെ ഹൃദയങ്ങൾ കലങ്ങിപ്പോയി എന്ന് ഇന്നത്തെ ആരാധന നിമിത്തമായി ആരാം രാജാവിന്റെ ഹൃദയങ്ങളെ കലക്കുന്ന ഒരു ശുശ്രൂഷ അവന്റെ ഹൃദയം സന്തോഷിക്കാൻ പറ്റുന്നില്ല. സന്തോഷിക്കണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്, പക്ഷേ അവന്റെ ഹൃദയം കലങ്ങിപ്പോയി. അത് ഭാരതമെന്ന് വാക്യം വായിച്ചു. ഭാരതമെന്ന് വാക്യം ഇത് ഹേതുവായി ആരാം രാജാവിന്റെ മനസ്സ് ആരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരിക. നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേലിന്റെ പക്ഷക്കാരൻ ആരെന്ന് പറഞ്ഞു തരികയോ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഒരു ദൈവഭക്ത മനുഷ്യനുണ്ട്, അവൻ ഹല്ലേലൂയ ദോതാവിൽ താമസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരാം രാജാവ് പറഞ്ഞു, ശക്തിയുള്ള സൈന്യത്തെ അവൻ അവിടെ അയച്ചു. ഒരുവനെ പിടിക്കുവാൻ രഥങ്ങളും കുതിരകളുമായി ശക്തിയുള്ള ഒരു സൈന്യത്തെ പറഞ്ഞു വിട്ടു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, നീ ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ശത്രുവിന്റെ കണ്ണിൽ നീ ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ശക്തിയുള്ള ഒരു സൈന്യത്തെ തോൽപ്പിക്കുവാൻ കഴിവുള്ള ഒരു അഭിഷേകമുള്ളവനാ ഞാനും നിങ്ങൾ. ശത്രുവിന്റെ സകല ആയുധങ്ങളെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം അത് പ്രകടശേഷിയുള്ള ഹല്ലേലൂയ അത് ആയുധങ്ങളാണ് ഞാനും നിങ്ങളുടെ തിരിച്ചറിവ് ഇന്ന് രാത്രികൾക്കുണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശക്തമായൊരു ദൂത്. ആമേൻ. ഹല്ലേലൂയ. ബോംബിടുന്നത് പോലുള്ള ഹല്ലേലൂയ. സ്തോത്രം. 17 ദിവസമായിട്ടില്ല ഫാസ്റ്റിംഗ്. ഹല്ലേലൂയ. ഒരു നേരം ഭക്ഷിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ബോംബ് വീണിട്ട് പോലും നിങ്ങൾ സ്തോത്രം ഒരു ഏറ് പടക്കം വീണിട്ട് ഹല്ലേലൂയ പണ്ടല്ലോ പറയും സ്തോത്രം. ആ പടക്കത്തിന്റെ ശക്തി ഹല്ലേലൂയ. സ്തോത്രം. മഴ നനഞ്ഞ പടക്കം പോലെ. ഹല്ലേലൂയ. ദൈവത്തിലെ ഇന്ന് രാത്രി നിങ്ങളെ ശക്തി തിരിച്ചറിയുക. ആരാം രാജാവ് സ്തോത്രം ഹല്ലേലൂയ ശക്തിയുള്ള ഒരു സൈന്യത്തെ അയച്ചു. കുതിരപ്പടയെ അയച്ചു, കാലാൽപ്പടയെ അയച്ചു, രഥങ്ങളെ അയച്ചു. ആരെ പിടിക്കാൻ? ദൈവപുരുഷനായിരിക്കുന്ന എലീശയെ, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ഭക്തനായിരിക്കുന്ന, ഇരട്ടി പങ്ക് ശക്തിയുള്ള, കൃപയുള്ള എലീശയെ പിടിക്കുവാൻ അവൻ എത്ര പേരെ അയച്ചു? ശക്തിയുള്ള ഒരു സൈന്യത്തെ, കുതിരപ്പടയെ, രഥത്തെ. അപ്പോൾ എന്നെ നിങ്ങളെ പിടിക്കാൻ അവൻ സ്തോത്രം ഇത്രയും ശക്തി ഉപയോഗിക്കണോ? അതുകൊണ്ട് നമ്മെ പിടിക്കാൻ ഇത്രയും ശക്തി ഉപയോഗിക്കണോ? നിസ്സാരം വരെ നമ്മൾ. ഹല്ലേലൂയ. എലീശയെ പിടിക്കാൻ ഇത്ര ശക്തി ഉണ്ടെങ്കിൽ നമ്മെ പിടിക്കാൻ വളരെ ശക്തിയൊന്നും. ഹല്ലേലൂയ. അവൻ വെറുതെ അവിടെ നിന്നാൽ മതിയല്ലോ, നമ്മൾ അവന്റെ കൂടെ അങ്ങ് പോകില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശരിയല്ലേ? നമ്മളെക്കാളും പ്രബലനായിരിക്കുന്ന ഒരു ശക്തി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മേടിച്ചവന് വരെ അങ്ങ് പോകും. ഈ ലോകത്തിലെ ഒരു ഭയത്തിനും ദൈവപുരുഷനായിരിക്കുന്ന എലീശയെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. രാത്രിയിൽ അവർ എലീശയെ പിടിക്കുവാൻ വട്ടം കൂടി. സ്തോത്രം. ശക്തിയുള്ള സൈന്യം വന്നു, രഥങ്ങൾ വന്നു, ആമേൻ. ഹല്ലേലൂയ. കുതിരപ്പട വന്നു. കൂടെയുള്ള ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മല മുഴുവനും പട്ടം മുഴുവൻ ചെയ്യുന്നു, സൈന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവർ വല്ലാതെ പേടിച്ചു. അവൻ പേടിച്ചോടി. ഹല്ലേലൂയ. എലീശ അടുക്കൽ വന്ന് അവൻ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ബാല്യക്കാരൻ. അവൻ ആര്?
ബാല്യക്കാർ എന്ത് ചെയ്യും? ഹല്ലേലൂയ. യൗവനക്കാർ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ബാല്യക്കാർ ക്ഷീണിച്ചു വീഴും, യൗവനക്കാർ. അപ്പൊ 99 വയസ്സായ അബ്രഹാം ക്ഷീണമുണ്ടോ? എന്തുകൊണ്ടറിയാമോ? അവന് ദൈവത്തെ ആരാധിക്കാൻ അറിയാം, അവന് ബഹുമാനിക്കാൻ അറിയാം, അവന് കൊടുക്കാൻ അറിയാം. സ്തോത്രം. അതുകൊണ്ട് അവന് ദൈവത്തെ പ്രാപിക്കാനും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ബാല്യക്കാരൻ ക്ഷീണിച്ചു പോയി, യൗവനക്കാർ ഇടറി വീണു. പക്ഷേ എലീശ വീണില്ല. എലീശ പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 19 വായിച്ചാൽ 19. യേശു അവനോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവിൻ. മതി. ആ ഭാഗം മാറി. അമ്മ സ്തോത്രം. അതിന്റെ 12 10 വായിച്ചു. 10 ദൈവപുരുഷന്റെ ബാല്യക്കാരൻ. ഏത് വാക്യം? 15. ശരി. വായിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വാങ്ങിയിരിക്കുന്നവർ കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് എലീശ പറഞ്ഞ മറുപടി, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് തിരിച്ചറിയാം. നമ്മോട് കൂടെയുള്ളവൻ അവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. ഉടനെ ഹല്ലേലൂയ എലീശ ആ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കുവാൻ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ചില ആത്മീയ കണ്ണുകൾ കൂടായിരിക്കുന്ന വ്യക്തിത്വമേ, നിന്റെ കണ്ണ് തുറന്നു വരട്ടെ. ആത്മീയ തിമിരം ബാധിച്ചിരിക്കുന്ന വ്യക്തിത്വമേ, നിന്റെ കണ്ണ് തുറന്നു വരട്ടെ. ഹല്ലേലൂയ. കണ്ണ് അടയപ്പെട്ടവനായി, കണ്ണ് മൂടപ്പെട്ടവനായി ഇരിപ്പാറില്ല. കണ്ണ് തുറന്നു വരട്ടെ. നീ ഒരു കാഴ്ച കാണുവാൻ പോകുകയാ. ഇതുവരെ കാണാത്ത ഒരു കാഴ്ച. നീ ഇതുവരെ ശത്രുവിന്റെ വിലക്ഷയാണ് നീ കണ്ടത്. ശത്രുവിന്റെ രഥത്തെയും കുതിരയും നീ കണ്ടു, ശത്രുവിന്റെ ശക്തിയെ നീ കണ്ടു. പക്ഷേ എലീശയ്ക്ക് ചുറ്റുമുള്ള ദൈവിക സംരക്ഷണത്തെ കാണുവാൻ ഉള്ള കണ്ണ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി. രാത്രി ആത്മീയ കണ്ണുകൾ കൂടാകരുത്, ആത്മീയ കണ്ണിൽ അന്ധത പിടിക്കരുത്. അഭാവായിച്ചാൽ പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കേണ്ടതേ. ഇന്ന് രാത്രിയിൽ ആര് കാണത്തക്ക വണ്ണമാണ് കണ്ണ് തുറക്കേണ്ടത്? സ്തോത്രം. അവനവന്റെ കണ്ണ് ഇന്ന് രാത്രി തുറക്കണം. മറ്റുള്ളവരെ കണ്ണ് തുറന്നില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാം, എന്റെ കണ്ണ് തുറക്കണം. സഭ അങ്ങനെ പ്രാർത്ഥിക്കണം, ആച്ചു അങ്ങനെ പ്രാർത്ഥിക്കണം, അരുണ് പ്രാർത്ഥിക്കണം, നിങ്ങൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടണം. സ്തോത്രം. ഇതെന്നറിയാമോ? ദൈവത്തിന്റെ ആളത്വത്തെ തിരിച്ചറിയുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ അതറിയത്തില്ല. എവിടെയാ യേശുവിന്റെ മാർവിടത്തിൽ കിടക്കുന്ന യോഹന്നാൻ അതറിയത്തില്ല. പക്ഷേ സ്തോത്രം, വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, അവൻ ചില പ്രതിസന്ധികളെ കടന്നുപോയപ്പോൾ യേശുവിന്റെ ആളത്വത്തെ കുറിച്ച് അവർ മനസ്സിലാക്കി. ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ പത്മോസിൽ അകപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കും. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ വരുന്നത് ദൈവത്തെ കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ, ദൈവത്തിന്റെ ശക്തിയെ കാണുവാൻ വേണ്ടിയാണ്. അതൊരു അവസരമാണ്. ആമേൻ. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സ്തോത്രം. ക്രിസ്തോ ബാല്യക്കാരൻ അന്താളിച്ചു പോയി. ആമേൻ. ബാല്യക്കാരൻ വിചാരിച്ചത് എലീശ എന്നൊരു പ്രവാചകൻ ഒറ്റയ്ക്കാണ്, അല്ലെ ഞാനും കൂട്ടിലുണ്ട്, ഞങ്ങൾ രണ്ടുടെ ജീവിതം തീർന്നു. ആമേൻ. അവന്റെ ആത്മീയ കണ്ടു തുറന്നപ്പോൾ കണ്ടു ദൈവിക സംരക്ഷണം. ഇന്ന് രാത്രി ദൈവിക സംരക്ഷണത്തെ കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വരട്ടെ. സ്തോത്രം. അയ്യോ എന്ന് വിളിച്ച ബാല്യക്കാരൻ അവനിപ്പോൾ സ്തംഭിച്ചു പോയി.
ദൈവ സാന്നിധ്യം കണ്ട്, ദൈവിക സംരക്ഷണം കണ്ട്, ദൈവ വിടുതൽ കണ്ട് അവൻ സ്തംഭിച്ചു പോയി. ഇന്ന് രാത്രിയിൽ ചില രോഗങ്ങൾ നിമിത്തമായി, ചില പ്രശ്നങ്ങൾ നിമിത്തമായി നീ സ്തംഭിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ആത്മീയ കണ്ണ് തുറന്നാൽ ഹല്ലേലൂയ, നീ ഒരു കാഴ്ച കാണുവാൻ പോവുക. നിന്റെ രോഗത്തിന്റെ മേൽ, നിന്റെ പ്രശ്നത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം സംരക്ഷണമായി നിൽക്കുന്ന നിൽപ്പ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല, നീ പേടിക്കല്ല. സ്തോത്രം. അടുത്ത് പ്രവാചകൻ വെച്ച് മണി ഒരൊറ്റ പ്രാർത്ഥന, ശത്രുവിന്റെ കണ്ണൊക്കെ അന്ധത വന്നു. ആമേൻ, ഹല്ലേലൂയ. അവരെ വഴിതെറ്റി. എലീശ പ്രവാചകൻ എങ്ങോട്ട് പോകുന്ന അവരെ പറയുന്ന ശത്രു പോയി. സ്തോത്രം. എലീശ പ്രവാചകൻ, നിങ്ങൾ എന്റെ പുറകെ വന്നാൽ മതി. സ്തോത്രം. നിങ്ങൾ എന്റെ പുറകെ വാ, ഞാൻ നിങ്ങളെ ഒരിടത്ത് കൊണ്ടാക്കാം. എവിടെ കൊണ്ടാക്കി എന്നറിയാമോ? അവരെ കൊണ്ടുവന്ന് ശമരിയയിൽ കൊണ്ടാക്കി. എവിടെ? ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന ശമരിയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ശമരിയ പട്ടണത്തിന്റെ നടുക്ക് അവർ നിൽക്കുന്നു. ശമരിയ പട്ടണത്തിന് പ്രത്യേകതയുണ്ട്. ഇസ്രായേലിന്റെ പ്രസ്റ്റീജ് വിഷയമായിരിക്കുന്ന നല്ല പടയാളികളും ആയുധവീരന്മാരുമുള്ള, യുദ്ധവീരന്മാരുമുള്ള ആ സ്ഥലത്ത് ആമേൻ ഒറ്റ ദിവസം കൊണ്ട് ശത്രു ഇപ്പോൾ ഹല്ലേലൂയ ഈ ശമര്യക്കകത്ത് കയറി. ശമര്യക്കകത്ത് ഒരുവൻ കയറിയാൽ പിന്നെ അവന്റെ കാര്യം കട്ടപ്പോകുകയാണ്. അവന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന, ദൈവമനുഷ്യനായിരിക്കുന്ന എലീശ ഒരൊറ്റ പ്രാർത്ഥന, അവരുടെ കണ്ണുകളെല്ലാം അന്ധത വന്നു. ഇന്ന് രാത്രി നിന്നെ നശിപ്പിക്കുവാൻ വരുന്നവരുടെ കണ്ണുകളെ കുരുടാക്കുവാൻ തക്കമാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന്. ഹല്ലേലൂയ. നമ്മെ നശിപ്പിക്കാൻ വന്നതല്ലേ ഒറ്റ പ്രാർത്ഥന. ശമരിയയിലേക്ക് വന്നു. ഞാൻ സമയത്തിന്റെ കുറവ് ഒറ്റോടെ ഒഴിക്കുകയാണ്. സ്തോത്രം. അവിടെ ചെന്ന് അവർ കണ്ണുകൾ നോക്കുമ്പോൾ കാണുന്നത് ചുറ്റും അവരെക്കാളും വലിയ സൈന്യത്തിന് നടുവിൽ അകപ്പെട്ടുപോയി. ഹല്ലേലൂയ. അതിൽ ഇസ്രായേൽ രാജാവ് ചോദിച്ചു, ഞാനിവരെ വെട്ടിക്കളയട്ടെ എന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഇസ്രായേൽ രാജാവ് ചോദിക്കുകയാണ്, ഞാനിവരെ വെട്ടിക്കളയട്ടെ എന്ന്. എലീശ പ്രകാരം പറഞ്ഞു, ആമേൻ, നീ വെട്ടൊന്നും വേണ്ട. അവർക്ക് നല്ല ശാപ്പാട് കൊടുത്ത് അവരെ വിട്ടു. ഇത് കൊടുത്തു. സ്തോത്രം. നല്ല വീഞ്ഞു കൊടുത്ത്, നല്ല ശാപ്പാട് കൊടുത്ത് അവരെ വിട്ടു. ഹല്ലേലൂയ. ശാപ്പാട് കൊടുത്ത് വിട്ടപ്പോൾ അവർക്കൊരു ബോധ്യമായി. സ്തോത്രം. ഞങ്ങളുടെ ജീവനോടെ രക്ഷിച്ചത് ഈ ഞങ്ങൾ കൊല്ലുവാൻ വന്ന, ഞങ്ങൾ നശിപ്പിക്കുവാൻ വന്ന, സ്തോത്രം, ഈ പ്രവാചകനാണ്, ഈ ദൈവപുരുഷനാണ്. ഹല്ലേലൂയ. അത് സ്തോത്രം. അതിന്റെ അവസാനമാക്കി വായിച്ചാൽ അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നു കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്ത് പിന്നെ വന്നിട്ടില്ല. സ്തോത്രം. ശ്രദ്ധിക്കണേ. അരാം പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്ത് പിന്നെ വന്നില്ല. ആമേൻ. എന്നറിയാമോ? ശത്രു ഇന്ന പ്രദേശത്ത് പാളയം ഇറങ്ങണമെന്ന് ചിന്തിച്ചു. ശത്രുവിനിട്ട് ഒരു പണി ആര് കൊടുത്തു? സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് പണിയുന്നവരുണ്ട്, നമ്മെ പണിയുന്നവരുണ്ട്. അവർക്കിട്ടൊരു പണി ആര് കൊടുത്തു? ദൈവം കൊടുത്തു. പിന്നെ അവർ ഇസ്രായേൽ ദേശത്തേക്ക് ആ പട വന്നിട്ടില്ലെന്ന്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, ആരാ നിവാസികളുടെ പണി ഇസ്രായേൽ മക്കളോട് ഇണങ്ങിയിരിക്കും. കുറച്ചു ദിവസം ഇണങ്ങിയിരിക്കും, കുറച്ചു ദിവസം സന്തോഷത്തോടെ ഇരിക്കും, കുറച്ചു ദിവസം കരഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് തന്നെ അവരുടെ സ്വഭാവം അറിയാൻ പറ്റില്ല. ഓർത്തിന്റെ നിറമാണ്. ഹല്ലേലൂയ. ഇതേപോലെ വ്യക്തിത്വങ്ങൾ എനിക്ക് നിങ്ങൾക്കുമില്ലേ? സുഹൃത്തുക്കളായിട്ട്, ദേശനിവാസികളായിട്ട്, അയൽവക്കക്കാരായിട്ട് നിങ്ങൾക്ക് ഇതേ വ്യക്തിത്വം ഇല്ലേ? കുറെ ദിവസം നമ്മോട് ഭയങ്കര സന്തോഷമായിരിക്കും, കുറെ ദിവസം പിന്നെ 5 വരെ തന്റെ ഭാഷ തന്നെ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വ്യക്തിയെ കാണുമ്പോൾ തിരിച്ചറിയാൻ ആരെന്നറിയാമോ? ആരാമ്യർ. ഈ ആത്മാവ് ആർക്കുള്ളത്? ഇന്ന് രാത്രി സൈന്യമോഹോ പറയുന്നു, അവൻ ഇനി ആ പട്ടാളം ഇനി നിന്റെ കൂടാരത്തിനകത്ത് വരികയില്ല. നിന്റെ പാളയത്തിനകത്ത്, നിന്റെ പ്രദേശത്ത് പാളയം അടിക്കുവാൻ, നിന്റെ കൂടാരത്തിൽ വരുവാൻ
പറഞ്ഞു വിട്ടു. ആമേൻ. സ്തോത്രം. അവൻ കണ്ടു ഇസ്രായേലിന്റെ പടപ്പെരുപ്പത്തെ അവർ കണ്ടു. Praise the Lord. ഇസ്രായേലിന്റെ പരാധിപത്യത്തെ അവർ കണ്ടു. ആമേൻ. ഇസ്രായേലിന്റെ ആയുധബലത്തെ അവർ കണ്ടു. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഇനി ഇസ്രായേലുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ, നിന്റെ തലമുറയെ ശിഥിലമാക്കുവാൻ, തകർക്കുവാൻ, നിന്റെ സ്ഥലത്തെ നശിപ്പിക്കുവാൻ, നിന്റെ ആരോഗ്യമുള്ള സ്ഥലത്തെ അസുഖം വരുത്തുവാൻ, കഷ്ടപ്പെടുത്തുവാൻ, നഷ്ടപ്പെടുത്തുവാൻ, അവരെ നശിപ്പിക്കുവാൻ, ശാപത്തിലേക്ക് തള്ളിയിടുവാൻ, ആരാ പറയും ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ 17-ാം ദിവസം നിന്നെ വിട്ട് മാറിപ്പോകയോ? നീ ഏൽപ്പിച്ചുകൂടെ? നീ എവിടെയായിരുന്നാലും, നീ എങ്ങോട്ട് തിരിഞ്ഞാലും Praise the Lord. ദൈവകൃപ വിട്ടു പോകരുത്. ആമേൻ. അബ്രഹാമേ 99 വയസ്സായി, എന്തിനായി ഇത്തരത്തിൽ ആരാധന? ആമേൻ. ചെറുപ്പക്കാരായിരിക്കുന്നവർ അതിന് വിട്ടു വന്നത്. നീ എന്തിനാ അവരെ ആരാധിക്കുന്നത്? അബ്രഹാമിന് അറിയാം, എന്റെ അനുഗ്രഹം ഈ വന്ന അതിഥികൾ കൊണ്ട്. ഈ വന്നവർ സാധാരണക്കാരല്ല, അസാധാരണ വ്യക്തിത്വമുള്ളവരാ. അത് ദൈവമനുഷ്യന്മാരാ. ഇന്ന് രാത്രി എന്റെ വീട് നേടി വന്ന, എന്റെ അഡ്രസ് നേടി വന്ന, എന്റെ ആരാധന പ്രസാദിച്ച് മുംബൈയുടെ തോപ്പിൽ ഞാൻ ഇന്ന് ആരാധിച്ചപ്പോൾ എന്റെ ആരാധന കണ്ട്, എന്റെ സ്തോത്രം കണ്ട്, എന്റെ ഉപവാസം കണ്ട്, എന്റെ പ്രാർത്ഥന കണ്ട് ആളുകൾ വന്നവർ സാധാരണക്കാരല്ല. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി ചില തിരിച്ചറിയുവാൻ, ഒരു തിരിച്ചറിവിന്റെ രാത്രിയായി മാറാൻ. ആമേൻ. അബ്രഹാം പറഞ്ഞു, 99 വയസ്സാ, പക്ഷേ എന്റെ വീട്ടിൽ വന്നവർ സാധാരണക്കാരില്ല, അസാധാരണ നിയോഗപ്രകാരമായി ദൈവകൃപയാൽ ദൈവം അയച്ചിട്ട് അവർ വന്നത്. അതുകൊണ്ട് ഞാൻ അവരെ സന്തോഷിപ്പിക്കും. എന്റെ വയസ്സ്, എന്റെ പ്രായം, എന്റെ എക്സ്പീരിയൻസ് ഇതൊന്നും ഞാൻ പുറത്തെടുക്കുന്നില്ല. ഞാൻ അവരെ ആരാധിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിലെ അബ്രഹാമിന് അറിയാം, ഈ വന്നവരുടെ കയ്യിലാണ് എന്റെ അനുഗ്രഹം ഇരിക്കുന്നത്, ഈ വന്നവരുടെ കയ്യിലാണ് എന്റെ ചിരി ഇരിക്കുന്നത്, ഈ വന്നവരുടെ കയ്യിലാണ് എന്റെ ഭാവി ഇരിക്കുന്നത്, ഈ വന്നവരുടെ കയ്യിലാണ് അവൻ എന്റെ എനിക്ക് ദേശം ഇരിക്കുന്നത്, ഈ വന്നവരുടെ കയ്യിലാണ് ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് ഇവരുടെ കയ്യിലാണെന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന രാത്രി നിന്റെ വാഗ്ദത്തത്തിന്റെ ആദ്യത്തെ പണി, അനുഗ്രഹത്തിന്റെ ആദ്യത്തെ പണി. ആമേൻ. ദൈവപുരുഷനായിരിക്കുന്നവരുടെ കയ്യിലാണ് എന്ന് നീ തിരിച്ചറിയും. അബ്രഹാമിന്റെ വീട്ടിൽ ആരാധനയുണ്ട്, പാട്ടുണ്ട്, സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്, അനുഗ്രഹമുണ്ട്. ഇന്ന് ദൈവസഭയോട് ദൈവാത്മ പറയുന്നത്, നമ്മുടെ സൗന്ദര്യമോ എടുക്കോ അതിൽ കണ്ടിട്ടല്ല ഒരു പാസ്റ്റർ തേടി ഒരാൾ വരുന്നത്, ഒരു കുടുംബത്തെ തേടി വരുന്നത്. അവരൊരു വിശ്വാസം. ഏത് രാത്രിയിലും ഫോൺ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കും. ഏത് പ്രശ്നത്തിന്റെ നടുവിലും അദ്ദേഹത്തെ അടുക്കച്ചെന്നാൽ എനിക്കൊരു പ്രാർത്ഥിക്കും. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു ഹല്ലേലൂയ ദൈവമനുഷ്യനുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യനുണ്ട്. അത് വിശ്വാസികൾക്ക് വില കൊടുക്കുന്ന ഒരു ദൈവമനുഷ്യനുണ്ട്. ആമേൻ. ഞങ്ങൾ അവിശ്വസിച്ചാലും ഞങ്ങളെ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനുണ്ട്, ഒരു ദൈവഭക്തനുണ്ട് എന്ന തിരിച്ചറിവാണ് ആടുകളുടെ സംരക്ഷണം, ആടുകളുടെ അനുഗ്രഹം. ഇന്ന് രാത്രി ഹല്ലേലൂയ, അതെയോ ആടുകളെ, നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ ശാപ്പാടും നിങ്ങളുടെ വെള്ളവും ഇരിക്കുന്നത് അത് ഇടയന്റെ കയ്യിലാണ്. സ്തോത്രം. അതുകൊണ്ട് ആട് പറയാ, എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല. എന്റെ ഇടയൻ എന്റെ മുമ്പിലുണ്ട് എങ്കിൽ ഇടയൻ എനിക്ക് വേണ്ടി ചില പച്ചപ്പുകൾ നീക്കിയിട്ട് തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില പച്ച തകിടുകൾ, ഹല്ലേലൂയ, ചില പച്ചപ്പുകൾ, പച്ച മേടുകൾ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുക. ആരെ നിനക്ക് മേയുവാൻ സമയമായി, ആരെ നിനക്ക് മേയുവാൻ സമയമായി. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിനക്ക് മേയുവാൻ സമയമായത്. ആമേൻ. തിന്നുവാനും കുടിക്കുവാനും
ഇടയനായിരിക്കുന്ന ശ്രേഷ്ഠ ഇടയനായിരിക്കുന്ന ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തപ്പോൾ ആടിപ്പോൾ കിടക്കുന്നത് പച്ചയായ പുൽപ്പുറത്ത്. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികിലേക്ക് സ്വസ്ഥതയുള്ള വെള്ളം. എത്രയോ ദിവസങ്ങൾ നിങ്ങൾ ആ വെള്ളം കുടിച്ചിട്ട് കൈപ്പോടുകൂടെ തുപ്പിക്കളഞ്ഞിട്ടുണ്ട്. കുടിക്കുവാൻ കഴിയുന്നില്ല, ഭക്ഷണം ഭക്ഷിക്കുവാൻ കഴിയുന്നില്ല, കിടക്കുവാൻ കഴിയുന്നില്ല, ഉറങ്ങുവാൻ കഴിയുന്നില്ല. വെപ്രാളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നത്. രാത്രി ദൈവമേ, സ്വർഗത്തിലെ ദൈവം പറയുകയാ, അല്ലയോ ആടുകളെ, നിങ്ങൾ എന്റെ വഴിയെ വാ. ചില കൂരിട്ടുകളുണ്ടാകും, ചില പ്രശ്നങ്ങളുണ്ടാകും, ചില പ്രതിസന്ധികളുണ്ടാകും. അവിടെയൊക്കെ നിങ്ങൾക്കൊരു ഇടയനുണ്ട് എന്ന ചിന്ത, ആമേൻ, ഒരു ദൈവമുണ്ട് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് തെറ്റിപ്പോകരുത്. അവസാന വാക്യങ്ങൾ പറയുന്നു, 23 വർഷത്തിന്റെ അവസാന വാക്യം, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ ഇതിനെ പിന്തുടരും. ഇന്ന് രാത്രി കരുണ കാണിക്കേണ്ടടുത്ത് കർത്താവ് കരുണ കാണിക്കും, നന്മ കാണിക്കേണ്ടത് നന്മ കാണിക്കും. ഹല്ലേലൂയ. നന്മയും കരുണ ആയുഷ്കാലമൊക്കെ ഇതിനെ പിന്തുടരും. ആ ആട് പറയുകയാ, വായിച്ചാട്ടെ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കുന്നതല്ല ദൈവം വെച്ചിടുന്ന ഓഫർ. ദീർഘകാലം വസിക്കും, ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന കർത്താവ്. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു തമ്മിലുണ്ട് എന്ന ബോധ്യം. അവന് ഭാര്യയെ വിളിക്കാം, ഭർത്താവിനെ വിളിക്കാം, മക്കളെ വിളിക്കാം, ഭാഷയെ വിളിക്കാം, അവരോട് കള്ളത്തരങ്ങളൊക്കെ പറയാം. പക്ഷെ എന്റെ ദൈവത്തോട് വിളിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. ഇതിനകത്ത് ഏൽപ്പിച്ചുകൊണ്ട് അവന് ശത്രുപാളയത്തിനകത്ത് നടക്കുന്ന രഹസ്യ ഇടപാട് വരെ, അവന്റെ ശൈലഗ്രഹത്തിൽ നടക്കുന്ന ഇടപാട് വരെ ദൈവമനുഷ്യന് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന്. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ എല്ലാ ഇടപാടുകളും ദൈവത്തിന് വെളിച്ചത്തിരിപ്പുണ്ട്. ആമേൻ. ദൈവത്തിന്റെ കയ്യിലിരിപ്പുണ്ട്. ഇന്ന് രാത്രി ഏൽപ്പിച്ചുകൊണ്ട്, നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ കണ്ണും പടഞ്ഞാട്ടെ. ഇന്ന് രാത്രി എല്ലാ കണ്ണും പടഞ്ഞാട്ടെ. ഒരു തീരുമാനമെടുക്കാം. ഞാൻ ഒരു കൂടാരവാസിയാണ്, ഞാൻ പട്ടണവാസിയല്ല. പട്ടണത്തില് കള്ളറുകളും പട്ടണത്തിലെ കൂട്ടുകെട്ടും, ഹല്ലേലൂയ, അവലക്ഷണക്കേടുകളും, ആണോട് പെണ്ണോട് ബന്ധം സ്ഥാപിക്കുന്ന സ്ഥലം, അഴിമതിയുടെയും അഴിഞ്ഞാട്ടത്തിന്റെയും സ്ഥലം, ആ പട്ടണം ലോത്ത് തിരഞ്ഞെടുത്തു. അവരൊരു പ്രമാണിയെ പോലെ പട്ടണവാതിക്കൽ ഇരിക്കുകയാണ്. വരുന്നവരത്തൊക്കെയും അതും ഇതും പറഞ്ഞ് സന്തോഷിച്ച് കുടിച്ച് ആനന്ദിച്ച് തുള്ളിച്ചാടി ഒരു പ്രമാണിയായിട്ട് അവൻ ഇരിക്കുമ്പോൾ അവന്റെ ആയുസ്സിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, കൂട്ടുകെട്ടുണ്ടായിരുന്നു, ധനമുണ്ട്, നീരോട്ടമുള്ള സ്ഥലങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ തന്റെ കുടുംബം ശിഥിലമായി പോയി. തന്റെ ഭാര്യ ഉപ്പുകൂടായി മാറി, തന്റെ മക്കൾ നാശത്തിനിടയിലായിപ്പോയി. ആ പട്ടണം വിട്ട് ലോത്തിന് ഓടേണ്ടി വന്നു. ആ പട്ടണം വിട്ട് അവർ ഓടി, പ്രാണരക്ഷാർത്ഥം ഓടേണ്ടി വന്നു. അബ്രഹാമോ തന്റെ കൂടാരത്തോട് കൂടി ചേർന്ന്, തന്റെ വീടിനോട് ചേർന്ന് ഒരു കൂടാരം വലിച്ച് എപ്പോഴും ആരാധന, എപ്പോഴും പാട്ടും പ്രാർത്ഥനയും സ്തോത്രവുമായിരുന്നപ്പോൾ അവന്റെ വീട് ആനന്ദമുണ്ടായി. മക്കളില്ലാത്തവരെന്ന കളിയാക്കിയോട് നടുവിൽ സ്തോത്രം, വാർദ്ധക്യത്തിൽ അവന്റെ ഭവനത്തെയും അവനെയും സന്തോഷിപ്പിക്കുവാൻ ഒരു ചിരിയായി സഹാക്കുന്നു. ഇന്ന് രാത്രി തന്റെ വീട്ടിൽ വന്ന അതിഥിയെ സന്തോഷിപ്പിച്ച് അവരോട് സംസാരിച്ചപ്പോൾ, അവരുമായി സംസാരിച്ചപ്പോൾ ആളടക്കമില്ലാതെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഒരേ കാഴ്ചകൾ, ഒരേ സംസാരം, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു മൂന്നാമൻ ആ വീട്ടിനകത്തേക്ക് കയറി വന്നു. സ്തോത്രം. അത് സാറയുടെ ഉദരത്തിൽ വന്നു. അത് പുറത്തിറങ്ങിയപ്പോൾ അവൻ ചിരിയോടെ പുറത്തു വന്നു. ആ ചിരി ഇസഹാക്കായി മാറി. ഇന്ന് രാത്രി ദൈവമേ, നിനക്ക് ചിരിക്കുവാൻ പറ്റാതെ വണ്ണം നീ ആഴത്തിൽ മുറിവേറ്റ്
കഷ്ടതയുടെ അടിത്തട്ടിൽ, പ്രശ്നങ്ങളുടെ അടിത്തട്ടിൽ രോഗബാധിതരായി, കടബാധ്യതകളുള്ളവരായി, ചലിക്കുവാൻ കഴിയാതെ നിരാശരായി, ചിരിക്കുവാൻ കഴിയാതെ നീ ഒറ്റപ്പെട്ടവരായിരിക്കാം. നിന്നെ സഹായിപ്പാൻ ആരോരുമില്ലായിരിക്കാം. സ്വർഗത്തെ ദൈവം പറയാ, അല്ലയോ സാറേ, നിന്റെ ഉദരത്തിൽ ഒരു ഉരുവായിട്ടുണ്ട്, നിന്റെ ഉദരത്തിൽ ഒരു ഉരുവായിട്ടുണ്ട്. അവൻ നിനക്ക് ചെയ്യാൻ പോയ ഉപവാസ പ്രാർത്ഥന 17-ാം ദിവസത്തെ രാത്രി നിന്റെ ഉദരത്തിനകത്ത് ഒരു ചിരി ഉരുവായിട്ടുണ്ട്. ആത്മീയ വന്ധ്യതകളെ, അതൊരു ശാപമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് വന്ധ്യത ഒരു ശാപമാണ്. മക്കളെ പ്രസവിക്കുവാൻ കഴിയില്ലെങ്കിൽ അതൊരു ശാപമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിരവധി ആത്മീയ ശിഷ്യന്മാരെ, നിരവധി ആത്മീയ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഉദരത്തിന് ഉടമയാകുവാൻ യേശുവിന്റെ നാമത്തെ അധികാരം ഉണ്ടാകട്ടെ. സാറേ, നീ പ്രസവിക്കേണ്ടവനാണ്. ആമേൻ. നീ പ്രസവിക്കുന്ന കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല, അവൻ ഇസഹാക്കാണ്. ചില പരീക്ഷണങ്ങൾ, ചില പോരാട്ടങ്ങൾ ജയിക്കേണ്ടവനാണ്. ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാൻ. ആമേൻ. വാർദ്ധക്യമായി സാറ മരണപ്പെടും, അബ്രഹാം മരണപ്പെടും, ഇനി ഒരു തലമുറ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിച്ചിടത്ത് തലമുറകളെ കൊടുത്തൊരു കർത്താവ് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു അഡ്രസ് ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നീ ആരാധിക്കുന്നവരാണോ, പ്രാർത്ഥിക്കുന്നവരാണോ, ദൈവനാമത്തിനോട് കൊടുക്കുന്നവരാണോ, ദൈവത്തെ ബഹുമാനിക്കുന്നവരാണോ, ദൈവദാസനെ ബഹുമാനിക്കുന്നവരാണോ? അബ്രഹാമേ, നിന്റെ അഡ്രസ്, നിന്റെ പേരിൽ ദൈവം അറിയപ്പെടാൻ പോകുക. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഗിലീബിന്റെ ദൈവം, ആമേൻ, ഹല്ലേലൂയ, ജോയ്മാന്റെ ദൈവം, അരുണിന്റെ ദൈവം എന്ന് പറയുന്ന രീതിയിൽ സ്വതന്ത്രമായിരിക്കാൻ എല്ലാവരും പറഞ്ഞാൽ